മമ്മി ഒരുങ്ങി പോണ വീഡിയോ ആർക്കും കാണില്ല. ഇന്നൊന്ന് എടുക്കട്ടെ ഒരുങ്ങി പോണ വീഡിയോ. അസ്സലാമു അലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഉമ്മയും ഉപ്പയും മോർണിംഗിൽ ഹോസ്പിറ്റലിലോട്ട് പോയി. അതിന് മുമ്പായിട്ട് കാറ് സർവീസിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളും എല്ലാവരും പോയി. എല്ലാവരും പോയ ശേഷമാണ് ഞാൻ എൻ്റെ ഓരോ ഡ്യൂട്ടിക്കും ഇന്ന് നിന്നത് കേട്ടോ. ECHSലോട്ടാണ് പോകുന്നത്. മന്ത്ലി വൺസ് ഉള്ള ഒരു ചെക്കപ്പാണ്. പിന്നെ ടാബ്ലറ്റും കാര്യങ്ങളും ഒക്കെ മേടിക്കാനും കൂടെ പോകുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചിമാർ വന്നിട്ടുണ്ട്. നമ്മുടെ തൊടിയിലും എല്ലാവിടെയും ഒരുപാട് പുല്ലും ഇലകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഇനി അതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വാഷിങ്ങിനൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു. കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്കുള്ള ഫുഡ് റെഡിയാക്കി കൊടുക്കണം. ഇനി അത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ വേഗം വേഗം ചെയ്യട്ടെ. ഒരു 10-11 മണിയാകുമ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ ആയിട്ട് കൊടുക്കാറ്. അപ്പോൾ മതിയെന്ന് പറയാറാണ്. എനിക്ക് തോന്നുന്നു അവർ വീട്ടിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് വരുന്നുണ്ടാവും. പിന്നെ ഇവിടുന്ന് ആ ഒരു സമയത്ത് കഴിക്കുന്നതായിരിക്കും. പിന്നെ ലഞ്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കോള് വന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് സംസാരിച്ചു. പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. നമ്മളിപ്പോൾ ഒന്നരാടാണ് വീഡിയോ ആക്കിയിട്ടുള്ളത്. അത് 30-40 മിനിറ്റിൻ്റെ വീഡിയോ ചെയ്യാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ അങ്ങനെ ആക്കുന്നത്. അങ്ങനെ എന്താണ് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒരു മൂഡും ഇല്ലാണ്ട് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. എന്ന് വീഡിയോ ഇടുമ്പോൾ ഒരു മടിയില്ലാണ്ട് നമ്മൾ വീഡിയോ അങ്ങനെ പോകും. നമ്മളിങ്ങനെ ഗ്യാപ്പ് എടുത്തുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ ലൈവ് വരണം എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നടന്നില്ല. പിന്നെ ജിനി എത്ര ബെഡാണ് ഒരു കട്ടിലിൽ എന്ന് ചോദിക്കുന്നുണ്ട്. 2 ബെഡാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 കട്ടിൽക്കും കൂടെ മേടിച്ചതാണ്. പക്ഷേ ചെറിയ കട്ടിലിൽ ഈ ബെഡ് കൊള്ളൂല എന്നുള്ളത് ഇട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അപ്പം നമ്മൾ വലിയ ബെഡിൽ തന്നെ 2 കട്ടിലും ഇട്ടു. അതുകൊണ്ട് അതിൻ്റെ മുകളിലോട്ട് കയറാൻ കുറച്ച് പാടാണ്. അയൻകുട്ടി ആയതുകൊണ്ട് പിന്നെ അവൻ കയറി കിടക്കുന്നുണ്ട് കേട്ടോ. അവനക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ് ഇഷ്ടമുള്ളൂ കേട്ടോ. പിന്നെ സൂപ്പർ വ്ലോഗ് പറയുന്നവർ പറയട്ടെ, ജിനിയുടെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന്. ഈ പറയുന്നവരും അവരുടെ ഇഷ്ടം പോലെ ആയിരിക്കും എല്ലാം ചെയ്യുന്നത് അല്ലേ. പിന്നെ ജിനി ചമ്മന്തി ഞാൻ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മൾ ചെയ്യുന്ന വീഡിയോസിലെ റെസിപ്പികളൊക്കെ ട്രൈ ചെയ്തിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ നമ്മുടെ ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ. ഉമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ വാഷിങ്ങും തുണികളുടെയൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഇതിൽ തന്നെയാണ്, ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഇനി 2 വാഷിങ്ങിൻ്റെ തുണികൾ ഇടാനുണ്ട്. ഒന്ന് വേഗം കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഉണങ്ങിയ തുണികളൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയിട്ട് എന്ത് ചെയ്തു, അരിയും പരിപ്പും കൂടെ വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഭയങ്കര വലിയ കുക്കിങ്ങൊന്നുമില്ല, എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടണമെന്നേ ഉള്ളൂ കേട്ടോ. ചില ദിവസങ്ങളിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ എല്ലാ ദിവസങ്ങളിലും ഭയങ്കര കുക്കിങ്ങൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ എന്താ വിചാരിച്ചു, പരിപ്പ് കറി, ഉപ്പേരി അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ആക്കാമെന്ന് വിചാരിച്ചു. പപ്പടം വറുത്തിട്ട് പിന്നെ മുട്ട ഉണ്ടെങ്കിൽ അത് പൊരിച്ചിട്ട് അങ്ങനെയൊക്കെ ആക്കുക വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അരിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്, കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മൾ പരിപ്പും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനൊന്ന് കഴുകിയിട്ട് അതൊന്ന് വേവിക്കാണ്ടി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ കഴിക്കാൻ പോകുന്ന നേരത്ത് മാത്രമേ സെറ്റ് ചെയ്യുള്ളൂ. 1/2 മണിക്കൂർ മതിയല്ലോ നമ്മളെ ഫുഡെല്ലാം ടേബിളിലോട്ട് എത്താൻ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം പോയി തുണികളിലേക്ക് ഉണങ്ങാനിടുകയാണ്. സത്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വീട്ടിലാരും ഇല്ലെങ്കിൽ എനിക്ക് പൊതുവേ കുറച്ച് മടിയാണ്. ഞാനിങ്ങനെ ഫോണൊക്കെ നോക്കി പതുക്കെ അങ്ങനെയൊക്കെയാണ് അവസ്ഥ. വീട്ടിലെല്ലാവരും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പണികൾ വേഗം കഴിയുകയും ചെയ്യും കേട്ടോ. പിന്നെ വേഗം പോയി തുടക്കലൊക്കെ കഴിഞ്ഞു. ഇനി പോയി കുളിക്കണം. അവിടെ ഏറെക്കുറെ ഫ്രണ്ട് ഏരിയയൊക്കെ ക്ലീനാക്കി കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ക്ലീനായിട്ടുണ്ട്. ഇപ്പോഴും അവിടുത്തെ ഇലകളൊക്കെ ഒന്ന് മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ 2ാമത്തെ വാഷിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ തുണികളൊക്കെ ഒന്ന് കൊണ്ടുപോയി എടുക്കണം. അപ്പോഴേക്കും ഉമ്മയും ഉപ്പയൊക്കെ തിരിച്ചു വന്നു. കുറേ വെജിറ്റബിളും കൊണ്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഉപ്പേരി ഞാൻ എന്ത് വിചാരിച്ചു, ഇതും തന്നെ പയറെടുക്കാം, പൊട്ടിക്കാം, ഉപ്പേരി വയ്ക്കാം. പയർ പിന്നെ എളുപ്പമല്ലേ. പിന്നെ കുമ്പളങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ വറുത്തരച്ച് സാമ്പാർ ഉണ്ടാക്കണമെന്ന് പ്ലാൻ ചെയ്തു. നമ്മുടെ കപ്പയുണ്ട്.
നല്ല കപ്പ പുഴുക്കൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നല്ല കേട്ടോ, ഇതൊക്കെ വേറെ ദിവസം. ഇന്നിപ്പോൾ നമ്മൾ മാക്സിമം പെട്ടെന്നുള്ള പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പേരി വെക്കാനുള്ള എല്ലാ ഐറ്റംസും ആ കവറിൽ തന്നെ ആക്കിയിട്ട് അങ്ങ് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുകയാണ്. വേറെ വേറെ ആക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അങ്ങ് കൊണ്ടുവച്ചു കേട്ടോ. പിന്നെ കമൻറ്റ് വായന എന്ന് പറഞ്ഞിട്ടുണ്ട്. ബോറാണെന്നാണോ പറഞ്ഞു വരുന്നത്? മുബീന പറയുന്നുണ്ട്, എനിക്ക് ഷാളിട്ട് കിച്ചണിൽ ജോലി ചെയ്യാൻ പ്രയാസമാണ്. അതെ, വ്ളോഗ് എടുക്കണ കാരണമാണ് നമ്മൾ ഷോൾ ഇട്ടിട്ട് ജോലി ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അതിനും ഞാൻ കുറേ കേൾക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം. പിന്നെ നമ്മുടെ ഒരു പാഷൻ്റെ പുറത്താണ് നമ്മളിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തുകൊണ്ട് തുടങ്ങിയത്. ഇപ്പോൾ പിന്നെ നമ്മളത് സീരിയസ് ആയി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇനിയിപ്പോൾ അതെന്തിനാ എന്ന് ചോദിക്കാൻ പോകുന്നവർക്കാണ് ഞാൻ നേരത്തെ കുട്ടീനെ മറുപടി തന്നു കേട്ടോ. അപ്പോൾ കിച്ചണിൽ ജോലിയൊക്കെ ഷോൾ ഇടാണ്ട് തന്നെയാണ് ചെയ്യാറ്. ഷോൾ കെട്ടി വെച്ചാൽ തല ചൂടാവുമെന്ന് പറയുന്നുണ്ട്. വേർക്കുന്നായിരിക്കും ഉദ്ദേശിച്ചിരിക്കുക. അത് പലർക്കും ഉള്ളതാണ്. ജിമ്മ് കഴിഞ്ഞ് വരുമ്പോഴേ എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ കോഴി വെള്ളത്തിൽ ചാടിയ പോലെ ഉണ്ടാവും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞു വേഗം പോയി കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ. ആ ഒരു കിടത്തം ഭയങ്കര സുഖമുള്ളൊരു കിടത്താണല്ലേ, എല്ലാ പണിയും കഴിഞ്ഞ് റിലാക്സായിട്ട്. പിന്നെ അന്ന് എനിക്ക് രാത്രിയൊന്നും വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല, എന്തൊക്കെയോ തിരക്ക് കാരണം. പിറ്റേ ദിവസം രാവിലെ മുതലാണ് നമ്മുടെ വ്ളോഗ് പിന്നെ സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. ഞാൻ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചായയൊക്കെ ആയപ്പോഴത്തേക്കും അത് ഊറ്റിയെടുക്കണം. കുട്ടികൾക്ക് സ്കൂളിലുള്ള ദിവസമാണ്, പെട്ടെന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ജാടയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്താ, ഇത്തയുടെ വോയിസ് കേട്ടാൽ അറിയാം ഒരു ജാടയില്ലാത്ത ആളാണെന്ന്. ലവ് യു. മന്തി റെസിപ്പി മറക്കരുത്. ബിഗ് ബോസിൽ ആര്യൻ ഇഷ്ടം എന്ന് പറയും. മന്തി റെസിപ്പി മറന്നിട്ടില്ല മോളെ, ചെയ്യുക ഓരോ ആഴ്ചയിലും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ബിരിയാണി വെച്ചില്ലേ, ഇനിയിപ്പോൾ ഈ ആഴ്ച ഞാൻ വെജിറ്റബിൾ മാത്രം ഉണ്ടാക്കുക വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇക്കയും മക്കളൊക്കെ എന്ത് പ്ലാൻ ഇടുമെന്ന് എനിക്കറിയില്ല. മന്തി എന്തായാലും എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. അത് ഞാൻ ഉണ്ടാക്കിയ മന്തി കഴിക്കാനാണ് തോന്നുന്നത്. ഇവിടെ സൂഫി മന്തിയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പാലക്കാട്. നമ്മൾ പോയിട്ടില്ല കേട്ടോ, ഇനിയും ട്രൈ ചെയ്യാൻ പോകണം ഒരു ദിവസം. ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ടൈം പാസ് അതിന്ന് കിട്ടിയ സാധനം കേട്ടോ ഇത്. കണ്ടോ കാറ്? അയ്യോ എന്നാ അത് ആദ്യം കൊടുത്തടാ കാറ്. എനിക്ക് ഒരെണ്ണം തന്നേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഫുള്ള് കാലിയായി. ഇതാണ് മക്കൾ. ഞാൻ ഇടും. അങ്ങനെ ഞങ്ങൾ ടൈം പാസിനെ കുറിച്ച് വർത്തമാനം പറഞ്ഞ് ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടോ. ഭയങ്കര വഴക്കല്ല, തമാശ വഴക്ക്. ഇമാതിരി ഐറ്റംസ് ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറ്റരുത് പറഞ്ഞിട്ടുണ്ട്. ന്യൂഡിൽസും ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറ്റരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കി തരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കും. ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും അവർക്ക് അത് കഴിക്കേണ്ട ഒരവസ്ഥയാണ്. പക്ഷെ ഞാനത് പതുക്കെ മാറ്റിക്കൊണ്ടുവരണം വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ നോക്കണേ. ഞാൻ ഉദ്ദേശിച്ചത് 6 വരല് കയ്യില്. അതറിയില്ല. മറ്റേ ഒരു പിന്നുണ്ടല്ലേ നമ്മളെ എന്തോ 6 വരലുള്ള അപ്പോൾ ഇന്നത്തെ രാവിലെ ഭയങ്കര ഉഷാറുള്ള രാവിലെ ആയിരുന്നു. എൻ്റെ ചിരി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു രാവിലെ ആയിരുന്നു. ഇടയ്ക്ക് ഞാൻ പൊട്ടിത്തെറിക്കാറുണ്ട് അവരുടെ ഓരോ കാര്യങ്ങൾ. അവർ വൈകിയാൽ അവർ പതുക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഞാൻ പൊട്ടിത്തെറിക്കും. ഞാൻ ജിമ്മും കഴിഞ്ഞ് വന്നിട്ട് അവർക്ക് വേഗം കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കും കേട്ടോ. എന്നാലും അവരുടെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നിട്ട് ഞാൻ പറയുകയും ചെയ്യും, ഇത്രയും ഫാസ്റ്റായിട്ട് നിങ്ങളെ വൈകണ്ട പറഞ്ഞിട്ടാണ് ഞാൻ തന്നെ ശ്വാസം എടുക്കാണ്ട് ഓരോന്ന് ചെയ്തു തരുന്നത്, എന്നിട്ട് നിങ്ങളുടെ കഴിഞ്ഞില്ല എന്നൊക്കെ പറയട്ടോ ഞാൻ. പക്ഷേ എങ്ങനെയൊക്കെയോ ബസ് കിട്ടാറുണ്ട് സംഭവം. അങ്ങനെ ഇന്ന് നൂഡിൽസ് തന്നെ വേണം പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നു കേട്ടോ. ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഞാൻ ചോറാണ് കേട്ടോ ആക്കി കൊടുക്കണേ. കൂടെ പയറ് തോരഞ്ഞും കൂടെ വെച്ച് കൊടുക്കുക, അച്ചാറും വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അയൻകുട്ടി പിന്നെ
പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ചപ്പാത്തി ഉണ്ടായിരുന്നു, പരിപ്പ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് പരിപ്പ് കറിയും ചപ്പാത്തിയും ചൂടാക്കിയിട്ട്, അതായത് ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചപ്പാത്തിയാണ്, അതിന് നെയ്യോ എണ്ണയോ ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്കിത് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ വേഗം ഞാൻ അതിൻ്റെ ഇടയിൽ പയർ തോരനും വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. പിന്നെ തേങ്ങയൊക്കെ ഒന്ന് ചിരവി എടുക്കുന്നുണ്ട്. ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ, പടപടാന്നുള്ള ടോപ്പാണ്, കോട്ടൺ മിക്സാണ് തോന്നുന്നു. അത് കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ വാങ്ങിച്ചതാണ്. ഇടാൻ വലിയ കംഫർട്ടൊന്നും ഇല്ല കേട്ടോ. എന്നാലും കുറേ വ്ളോഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ മാറി മാറി ഇടണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയുള്ളി നന്നാക്കി എടുക്കുന്നുണ്ട്. ഇതൊരു കുറുമ പോലത്തെ ഒരു സാധനം വെക്കാനാണ് കേട്ടോ. ചില സമയത്തുണ്ടല്ലോ നമ്മൾ ഒന്നും നോക്കാണ്ട് വെക്കുന്ന സാധനങ്ങൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു കറിയാണ് കേട്ടോ ഇത് സംഭവിച്ചത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. കുട്ടികൾ കഴിച്ചില്ല, കുട്ടികൾ പോയ ശേഷമാണ് ഞാനിത് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നന്നാക്കിയിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ച് ചോറായപ്പോൾ അത് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി കഴിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് ആക്കി കൊടുക്കണം. പയർ ഇതാ ആയിട്ടുണ്ട്. അതിലോട്ട് തേങ്ങയൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ പയർ തോരനാക്കിയെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഷോൾ ഇടാതെ നിൽക്കാനുള്ള കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ നിൽക്കട്ടെ. ഞാൻ ഷോളില്ലാണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരാളൊന്നല്ല കേട്ടോ. അത് പറയുമ്പോൾ എന്തോ പോലെയുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇങ്ങനെ കിച്ചണിൽ ഡ്യൂട്ടി ചെയ്യുന്നത്, ആ ഡ്രസ്സ് ഇട്ടിട്ട് കിച്ചണിൽ ഡ്യൂട്ടി ചെയ്യാൻ ഒരു പ്രയാസമില്ല എന്ന് വേറൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇടുന്നവർക്കേ അറിയുള്ളൂ. ഇപ്പോൾ വ്ളോഗിൽ ഇവരിടുന്ന കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഇടുന്ന ആൾക്കാർക്കാണ് അതിൻ്റെ വിഷമവും ഒക്കെ അറിയുന്നത്. പക്ഷേ അത് നമ്മളങ്ങനെ പറയില്ല. കാരണം നമ്മൾ തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതും അതിൽ വ്ളോഗുകൾ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ഫുൾ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണ്. അതിന് ഞാൻ നിങ്ങളെ കുറ്റം പറയുക ഒന്നുമല്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനെ നെഗറ്റീവ് അടിച്ചുകൊണ്ട് പറയണ്ട എന്ന് മാത്രമാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പിന്നെ തോരനും ചോറും അച്ചാറും ആക്കി. കറി വേണ്ടാന്ന് പറഞ്ഞു. ഫ്രണ്ടിൻ്റെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിലുണ്ടാവും, ഞാൻ ഷെയർ ചെയ്തോളാം എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ ഇത്രയും കുത്തി നിറച്ചിട്ട് ചോറാക്കിയപ്പോൾ വന്നപ്പോൾ അവനിങ്ങനെ പറഞ്ഞു, എന്തിനാ ഇങ്ങനെ കുത്തി നിറച്ചതെന്ന്. എൻ്റെ ഒരു കോൺസെപ്റ്റിൽ അത് ചെറിയ ലഞ്ച് ബോക്സ് അല്ലേ എന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് ഫുള്ള് ചോറാക്കിയത്. പക്ഷെ അവനക്ക് അത്രയും ആവശ്യം ഉണ്ടായിരുന്നില്ല അത്ര. ഇനിയിപ്പോൾ ആക്കുമ്പോൾ കുറച്ചാക്കി കൊടുക്കണം. അങ്ങനെ ടേബിൾമത്തെ എന്താ പറയുക, പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കെട്ടി കൊടുക്കണം. ഒരാളിരുന്ന് അവിടെ എഴുതണ കണ്ടില്ലേ, രാത്രി എഴുതി കൈ കടഞ്ഞിട്ട് പിന്നെ എഴുതിയ അത്ര അവനത്. ഇതിനൊക്കെ ഞാൻ എന്താ പറയണ്ടേ? ഹായ് ഫ്രം കർണാടക. ഓക്കെ, ജിനിത്താടെ സൗണ്ട് എൻ്റെ മോളുടെ ടീച്ചറിൻ്റെ സൗണ്ട് പോലെ ഉണ്ട് ഇത്രേ. ടീച്ചറിൻ്റെ പേരെന്താണ്? പിന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു കമൻറ്റ് കണ്ടിട്ടോ. നല്ല രീതിയെന്നല്ല, പീനട്ട് ബട്ടർ എനിക്കിഷ്ടമാണ്, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അത് തടിയുള്ളവർക്ക് കഴിക്കാമോ? ഇല്ല, തടി വെക്കാൻ വേണ്ടിയിട്ട് റിഹാൻ കഴിക്കുന്നതാണ് കേട്ടോ. അത് ബിഗ് ബോസ് കാണാനേ ഇഷ്ടമല്ല അത്രേ. ഞാൻ കാണാറുണ്ട്, പക്ഷേ ഇനിയിപ്പോൾ ജിയോ സ്റ്റാറിലുണ്ടല്ലോ, പൈസ അടക്കണം അത്ര. അപ്പം ഞാൻ കാണുന്നു, ഡൗട്ടാണ്, നോക്കട്ടെ. പിന്നെ ഞാനും 72 കിലോ ഉണ്ട്, പക്ഷേ ജിനിയും ഞാനും 72 കിലോ ഉണ്ട്. ഒരേ ഏജാണ്, പക്ഷേ ജിനിയെ പോലെയല്ല ഞാൻ, ഒരു ഷേപ്പില്ല. പക്ഷേ ജിനിയെ കണ്ടാൽ അങ്ങനെയല്ല, ഞാനൊരു തള്ളച്ചിക്കോലാണ്, നമ്മൾ സെയിം ഏജുമാണ് എന്നാണ് പറയുന്നത്. അതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. നമ്മൾ അതായത് ഞാൻ എൻ്റെ ഒരു ഇത് പറയുകയാണ്. ഞാൻ എന്നെ നോക്കാൻ തുടങ്ങിയത് മേ ബി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത പിന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ 30 വയസ്സൊക്കെ കഴിഞ്ഞ പിന്നെയാണ്. ഞാൻ ആദ്യം ഭയങ്കരമായിട്ട് ഞാൻ എന്നെ കെയർ ചെയ്യുമായിരുന്നു. അന്ന് ഞാൻ എന്നെ കെയർ ചെയ്യൽ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് കുട്ടികളൊക്കെ പറഞ്ഞയച്ച ശേഷം നമുക്ക് ഒരുപാട് സമയം ഉണ്ടാവും. കുക്കിങ്ങൊക്കെ വേഗം കഴിയും കേട്ടോ. എൻ്റെ ചാനലൊക്കെ തുടങ്ങണതിന് മുമ്പത്തെ കാര്യം പറയണേ. അപ്പം ഞാൻ എന്ത് ചെയ്യും, മഞ്ഞളും എണ്ണയൊക്കെ തേച്ച് ഭയങ്കര, ഇപ്പം അമ്മാതിരി സംഭവമൊന്നുമില്ല കേട്ടോ. അന്നൊക്കെ ഞാൻ എൻ്റെ ബാഹ്യ ബ്യൂട്ടി എന്ന് പറയില്ലേ, നമ്മൾ ഒരു അന്തം കുന്തവും ഇല്ലാത്ത സമയത്ത് നമ്മൾ എണ്ണ തേച്ചാൽ മഞ്ഞൾ തേച്ചാലൊക്കെ നല്ല കളർ വെക്കും, നിറം വെക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഇരുന്ന് തേച്ച് എത്ര സമയം കളഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല. പ്രസവിച്ച് കിടക്കുമ്പോൾ നമ്മൾ നിറം വെക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കഴിക്കുന്ന നല്ല നല്ല ഫുഡിൻ്റെയും പിന്നെ സമാധാനം, സ്ട്രെസ്സില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. സ്ട്രെസ്സില്ല എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് പേർക്ക് അതിൻ്റേതായ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. രണ്ടാമത്തെ ഡെലിവറിയിൽ വന്നിട്ടുണ്ട് അത്. പക്ഷേ എൻ്റെ ചുറ്റും ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് അത് എന്നെ അത്രയ്ക്ക് അങ്ങ് എഫക്റ്റ് ആയിട്ടില്ല. എന്നാലും ഞാൻ കുറേ അന്നും അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ എപ്പോഴും വല്ലാത്തൊരു ഇത് തന്നെയാണ്. അപ്പോൾ
ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയ പിന്നെയാണ് ഞാൻ എന്നെ ഒരുപാട് ലവ് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എനിക്കും കൂടെ വേണം എന്നുള്ള ഒരു ഇത് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് നല്ല ഭംഗിയിൽ ഒരുങ്ങി നടക്കുന്നത് നല്ല ഇഷ്ടമാണ് എന്ന് വിചാരിച്ചിട്ട് ഓവറല്ല. എന്നെ പണ്ട് എന്നെ അത്രയും അറിയുന്ന അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള കുടുംബത്തിൽ തന്നെയുള്ള ആൾക്കാരുണ്ടാവില്ലേ, പഴയ ജിനിയോ നല്ല അപ്പോൾ എന്ന് പറയില്ലേ, അങ്ങനെ എന്നെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് 2-3 പേരൊക്കെ. ഇന്നും കൂടെ ഞാനത് കേട്ടിട്ടേ ഉള്ളൂ, പഴയ ജിനിയോ നല്ല അപ്പോൾ എന്ന്. ഞാനെന്താ വ്യത്യാസം വരുത്തിയത്? ഞാൻ എന്നെ നന്നായിട്ട് സ്നേഹിക്കാൻ തുടങ്ങി, അതന്നെ. അപ്പോൾ ഞാൻ എൻ്റെ ബോഡി നോക്കാൻ തുടങ്ങി. ഞാൻ നല്ല ഫുഡ് കഴിക്കുന്നുണ്ട്, എനിക്കിഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുന്നുണ്ട്, അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വയസ്സായി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു കോലത്തിൽ തള്ളച്ചി കോലെന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ ആ ഒരു കോലത്തിലോട്ട് നമ്മൾ തന്നെ സ്വയം എന്തിനാണ് ഇറങ്ങുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? എൻ്റെ അമ്മായിയമ്മ കണ്ടിട്ടില്ലേ, ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് സാരിയൊക്കെ കൊടുത്ത്, അതും കളർഫുൾ സാരിയൊക്കെ എടുത്ത് നിങ്ങളെ കുറേ കമൻസ് ഇടാറുണ്ട്, ഉമ്മാൻ്റെ സാരി അടിപൊളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ. അതേപോലെ തന്നെ നമ്മളെ നന്നായിട്ട് സ്നേഹിക്കുക, നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക, ചുറ്റുമുള്ളവരെ സ്നേഹിക്കാതെ ഇരിക്കരുത്. നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരെ സ്നേഹിക്കും കേട്ടോ. നമ്മളെ തന്നെ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ആരും ഇഷ്ടമുണ്ടാവില്ല. അയ്യോ, എന്താ ആ കമൻറ്റ് പറഞ്ഞ് ഇപ്പോൾ എവിടെ എത്തി ഞാൻ? അപ്പോൾ പുട്ടാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ചേച്ചിമാർക്കും കൊടുക്കണം, പിന്നെ കറി ഉണ്ടാക്കിയിട്ടെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ കുക്കറിലിട്ടിട്ട് അങ്ങ് വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഫസ്റ്റ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് സിയ വേൾഡ്. ഓക്കെ, താങ്ക് യു. സിയ വേൾഡ് എപ്പോഴും കമൻറ്റ് ചെയ്യാറുണ്ട്, താങ്ക് യു. പറയുന്നവർ പറയും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഓക്കെ മുത്തേ, കുറേ ഹായ് പറഞ്ഞിട്ടുണ്ട്. ജിനി കമൻറ്റ് വായിക്കുമ്പോൾ എൻ്റെ നെയിം വായിക്കണേ. ജുമൈല ഷംസ്ന. ഓക്കെ ജുമൈല, ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹായ് ജിനിത്ത, ഹായ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ കമൻസ് ഉണ്ട്. ഞാനിതാ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയ്ക്കൊന്ന് ചിരവിയെടുക്കുകയാണ് കേട്ടോ. ഞാൻ ചിലപ്പോൾ എവിടേക്കോ നോക്കിയിട്ടൊക്കെ ആയിരിക്കും വോയിസ് ഓവർ കൊടുക്കുക. ആദ്യം തന്നെ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇരുന്ന് വോയിസ് ഓവർ കൊടുക്കാറുള്ളത്. അതായത് കട്ട് ചെയ്യേണ്ട അവിടെ കട്ട് ചെയ്യും, അങ്ങനെ ചെയ്യും അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് കുക്കിങ്ങിൻ്റെ ഇടയിൽ പാട്ട് വെച്ചിട്ട് കേൾക്കുന്ന സ്വഭാവമുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ കുലുങ്ങും, അങ്ങനത്തെയൊക്കെ സ്വഭാവമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അറിയാണ്ട് അത് പെട്ടുപോയിട്ടുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്ലോഡിങ് കഴിഞ്ഞ് പിന്നെയാണ് അത് കണ്ടത്. FBയിൽ ഞാനത് കണ്ടപ്പം ബ്ലറാക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്തത്. അതറിയാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചു പോയൊരു കാര്യമാണ്. കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കാണുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ് കാണിപ്പിച്ചു അല്ലേ. അപ്പോൾ ഇതാ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്, എല്ലാം കൊണ്ടുവയ്ക്കുകയാണ്. അങ്ങനെ ഏകദേശം ഇന്ന് അത്യാവശ്യം ടൈം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. ഇന്ന് 9:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി ഇതൊക്കെ കുട്ടികൾ പോയ ശേഷമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ്. അതേപോലെ മോർണിംഗ് 5 മണിക്കോ മോനെ ഫുട്ബോൾ ക്യാമ്പിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, വെറുതെ വിടുന്നതല്ല കേട്ടോ. മോർണിംഗ് 5 മണിക്ക് മോന് പോകല്ല, മനസ്സിലായോ? ഞാൻ ജിമ്മിൽ പോണ കാരണം അവന് സ്കൂളിലോട്ട് പോകുന്ന രീതിയിൽ ഫുട്ബോൾ ക്യാമ്പിന് മുമ്പ് ആ ഡ്രസ്സ് ഇട്ടിട്ട് പോകും, കയ്യിൽ യൂണിഫോമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പോവുക. തിരിച്ച് അവന് വരുന്നത് വൈകുന്നേരമാണ്. അപ്പോൾ അവനക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഉണ്ടാക്കി അവിടെ വയ്ക്കുന്നത്. അവന് 6:45 ബസ്സിന് കയറും. ആ സമയത്തേക്ക് ഞാൻ ജിമ്മ് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡിയാക്കി വെച്ചിട്ട് പോകും, അവൻ അതെടുത്തിട്ട് പോകും. ഇപ്പോൾ മനസ്സിലായോ കാര്യം? അതാണ് സംഭവം. നമ്മളെ വെറുതെ വിടുന്നതല്ല. 5 മണിക്കെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ എണീച്ചത് 5 മണിക്ക് എന്നാണ് കേട്ടോ. പിന്നെ ഷാൾ ഇടുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഷാൾ ഇടാറില്ല, ഡൈനിങ് ഹാളിൽ വെക്കാറേ ഉള്ളൂ. ബെല്ലടിച്ചാൽ എടുത്തിട്ട് ഓടും. എല്ലാ വീട്ടമ്മമാരും അങ്ങനെയൊക്കെ തന്നെയാണ്. വീട് നമ്മുടെ പ്രൈവസിയാണ്. നമ്മൾ ബ്ലോഗ് ഇടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഷാളൊക്കെ ഇട്ടിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണത്. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ തലേന്ന് വീഴും, ചിലപ്പോൾ പിന്നെ മഫ്തയൊക്കെ കുത്തി ചെയ്യണം. അപ്പം നമുക്കിതൊരു അന്താരാഷ്ട്ര ചർച്ചയൊന്നും ആക്കണ്ട കേട്ടോ, നമുക്കിതോടെ ഇതങ്ങ് നിർത്താം, എനിക്കതാ തോന്നുന്നത്. പിന്നെ ഹായ്, യു ലുക്ക് വെരി ബ്യൂട്ടിഫുൾ, ഹൗ എവർ യു ആർ, ഡോണ്ട് വറി അബൌട്ട് അതേഴ്സ് കമൻറ്റ്, പ്ലീസ് എൻജോയ് യുവർ ലൈഫ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും അപ്പോൾ വേറെ എന്താ വിശേഷങ്ങൾ നിങ്ങൾ പറയുക. സൂപ്പർ വീഡിയോ ഇത്താ. പിന്നെ ഷോൾ ഇടുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഷോൾ യൂസ് ചെയ്യാൻ നല്ല പാടാണ്.
ഞാൻ നെക്കിലൂടെ ഇടും കേട്ടോ, ഷോൾ അങ്ങ് മാറ്റി വയ്ക്കല്ല, നെക്കിലൂടെ ഇടും. തലയിൽ കൂടെ ഇട്ടാലും നിൽക്കില്ല, അതുകൊണ്ടാണ് അതിന് മെനക്കിടാത്തത്. ഇനിയിപ്പോൾ ഇത് നിർത്താം, എനിക്ക് വയ്യ ഷോളിനെ കുറിച്ച് പറഞ്ഞിട്ട്. ബിഗ് ബോസ് കാണാറുണ്ട്, കുക്കിംഗ് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ പറഞ്ഞ കമൻറ്റ് എനിക്ക് മനസ്സിലായില്ല, അതെന്താണ് മുത്തേ, എന്താ മനസ്സിലാവാത്തത്? പിന്നെ അപ്പോൾ അതാ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അടുക്കളയിൽ നിൽക്കുമ്പോൾ തല മറയ്ക്കാതെ വീഡിയോ ഇടണം, പിന്നെ വേറെ ആരും ചോദിക്കില്ല എന്ന് അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാട്ടോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഇപ്പം ഞാൻ ഫുഡ് ചേച്ചിമാർക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്, അതിനുശേഷം ഞങ്ങളിരുന്ന് ചായ എല്ലാം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയയിൽ അറിയുന്ന ഒരു കുട്ടിയുണ്ട്, അവളുടെ വീഡിയോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ആദ്യം നമ്മൾ ജഡ്ജ് ചെയ്യുമല്ലോ ഇങ്ങനെ ഡ്രസ്സിങ്ങിൻ്റെയൊക്കെ വെച്ചിട്ട്, ഈ കുട്ടി ക്രിസ്ത്യൻ ആയിരിക്കും അല്ലെങ്കിൽ ഹിന്ദു ആയിരിക്കും. ഞാൻ വിചാരിച്ചത് ക്രിസ്ത്യൻ ആണെന്നാണ് കേട്ടോ. അപ്പോൾ അവൾ ഷോൾ ഇടാറില്ല, അപ്പോൾ ഞാനും അതാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പരിചയപ്പെട്ട് അപ്പോഴാണ് പറഞ്ഞത്, സോഷ്യൽ മീഡിയയിൽ വന്നത് കൊണ്ടാണ് ഞാൻ ഇടാത്തത്. എൻ്റെ വീട്ടിലും അവിടെ ഇവിടെയൊക്കെ ഇടും, വീഡിയോ ഇടുമ്പോൾ ഞാൻ ഇടാറില്ല. കാരണം ഇടാണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കുട്ടി ഇടൂല, അപ്പോൾ നെഗറ്റീവ് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല, എന്നെ മാനസികമായിട്ട് ആർക്കും തകർക്കാൻ പറ്റൂല എന്നുള്ളൊരു കാര്യം. പിന്നെ ജാതി ഏത്, മതം ഏത്, അതേത് ഇതേത് എന്നുള്ളതൊന്നും ചോദിക്കില്ല. അതുകൊണ്ട് എനിക്ക് അതാണ് കംഫർട്ടായത്. അതുകൊണ്ട് ഇപ്പം ആർക്ക് എന്നെ ഏത് കോലത്തിൽ കണ്ടാലും ഒരു പ്രശ്നമില്ല എന്നാണ് കേട്ടോ ആ കുട്ടി എന്നോട് പറഞ്ഞത്. ഓക്കെ, ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ, ഈ പറഞ്ഞ പോലെ. അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്തു, ഫുള്ള് ക്ലീനിങ്ങൊക്കെ ചെയ്ത് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ, കുക്ക് ചെയ്യണ്ടേ, ഉച്ചയ്ക്ക് വല്ലതും കഴിക്കണ്ടേ. നമ്മൾ Q&A ഇടാമെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഹാളിലൊക്കെ ഒന്ന് വേഗം ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ ബോഡിയിൽ നമ്മുടെ എക്സ്ട്രാ ഉള്ള ഫാറ്റ്, അവിടെ ഇവിടെയൊക്കെ തള്ളി നിൽക്കുന്ന ഫാറ്റ് വല്ലതും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് നല്ല യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. ഇവിടെ കർട്ടൻ വന്നിട്ട് മറച്ച് വെച്ചേക്കുവാണ്, ഞാനത് കണ്ടിട്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. ഇനിയിപ്പോൾ എനിക്കത് കട്ട് ചെയ്യാൻ പറ്റില്ല, ഞാൻ കട്ട് ചെയ്ത് ഓൾറെഡി സെറ്റാക്കി വെച്ച കാര്യങ്ങളല്ലേ അതുകൊണ്ട് കേട്ടോ. പിന്നെ ഇതാ ഉള്ളിലൊക്കെ ഒന്ന് പോയി വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കണം. സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരി, അത്യാവശ്യം ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് നമുക്ക് കറി മോരുണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കണം. ഉപ്പേരി ഞാൻ രാവിലെ വെച്ചല്ലോ, ചക്കപ്പുഴുക്കല്ല കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാന്നുള്ള ഒരു പ്ലാനും കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് പോയിട്ട് കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കപ്പയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. പെട്ടെന്ന് വേവുന്ന കപ്പയാണ്, നല്ല പഞ്ഞി പോലത്തെ കപ്പ എന്നൊക്കെ പറയില്ലേ. ഇച്ചിരി ബീഫ് ഉണ്ടെങ്കിൽ കപ്പ ബിരിയാണിക്ക് പറ്റിയ കപ്പയാണ്. അല്ലെങ്കിൽ പിന്നെ മീൻകറി വേണം. പക്ഷേ ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് നമ്മളിന്ന് പുഴുക്കുണ്ടാക്കാൻ വിചാരിച്ചു, നമ്മുടെ തേങ്ങാജീരകമൊക്കെ അരച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കപ്പ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറിൽ തന്നെയാണ് വേവിച്ചെടുത്തത്, പെട്ടെന്ന് വേവും ചെയ്തു. 2-3 വിസിലടുപ്പിച്ചിട്ട് ഞാൻ ആവി പോയ ശേഷം എടുത്തപ്പോഴത്തേക്കുണ്ട് പഞ്ഞി പോലെ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനത്തെ കപ്പകളാണ് ഇഷ്ടം. അപ്പോൾ അത് സെറ്റ്. ഞാൻ തേങ്ങ ഇത്ര എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇച്ചിരി ജീരകം, ചെറിയ ഉള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. പിന്നെ വേവിച്ച കപ്പയിലോട്ട് നമുക്കിതങ്ങ് തട്ടി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ താളിപ്പായിട്ട് ഞാനിവിടെ കടുകും കറിവേപ്പിലയും ചുവന്ന മുളകും വെളിച്ചെണ്ണയിൽ പൊടിച്ചിട്ട് അതും കൂടിയാണ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് എല്ലാവരുടെയും മിക്സ് ചെയ്ത് ഇളക്കിയെടുത്ത ശേഷം ഞാനൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് പറ്റിയൊരു ചമ്മന്തിയും കൂടെ ഞാൻ ഇതിൽ കാണിച്ചു തരാം. നല്ല ചുട്ടരച്ച ചമ്മന്തിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ ചമ്മന്തികളൊക്കെ. ചമ്മന്തി മാത്രം ഉണ്ടെങ്കിൽ ഞാൻ അത് മാത്രം കൂട്ടിയിട്ട് ചോറ് കഴിക്കും, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അപ്പോൾ ഒഴിച്ച് കറിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പറയുക, ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ കപ്പ പുഴുക്ക് എടുത്തിട്ടുണ്ട്. ചമ്മന്തി ഇതിലോട്ട് നല്ല തിക്കുള്ള മോരാണ് കേട്ടോ ഒഴിക്കണേ. തൈരായാലും കുഴപ്പമില്ല, കുറച്ച് കാന്താരിയൊക്കെ ഇട്ടിട്ടുള്ള തൈരാണെങ്കിലും സൂപ്പറായിരിക്കും കേട്ടോ. ഇനി നമുക്കിത് കൂട്ടി കുഴച്ചങ്ങ് കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ്. ഇങ്ങനെ കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും കഴിച്ച് നോക്കുക. ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ വായിലൊക്കെ വെള്ളം വരുന്നു. നല്ല കണ്ണിമാങ്ങ അച്ചാറുണ്ടെങ്കിൽ കുറച്ച് അതും കൂടെ കൂട്ടി കഴിക്കാം കേട്ടോ. ശരിക്കും എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഇത് കാണുമ്പോൾ.
അപ്പോൾ നമുക്ക് നമ്മുടെ ചമ്മന്തിയുടെ റെസിപ്പി നോക്കാം. ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, 6-7 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കിയ ശേഷമാണ് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഒരു 5 ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു പീസ് പുളിയും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഇളക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ഒന്ന് ഇളക്കുക. കളറിന് വേണ്ടിയിട്ട് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അരച്ച് എടുത്തിട്ട് കൊണ്ടുവരിക. ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കുള്ള സ്പെഷ്യൽ ഈ ഒരു ചമ്മന്തിയും ചോറും ചക്കപ്പുഴുക്കും അതുപോലെ പപ്പടവും മോരും എന്താ പറയുക കണ്ണിമാങ്ങ അച്ചാറും ഒക്കെ ആയിട്ടായിരുന്നു കേട്ടോ. ശരിക്കും എൻജോയ് ചെയ്തു ഞാൻ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഇത് കണ്ടിട്ട് കൊതിയായവരെന്തായാലും കമൻറ്റ് ചെയ്യുക, അല്ലാത്തൊരു കമൻറ്റ് ചെയ്യുക. ഇത്രയും നേരം നമ്മുടെ വ്ളോഗ് കണ്ടവരെന്തായാലും ഒരു ഹാർട്ടെങ്കിലും ഇട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീട്ടിലും ലിപ്സ്റ്റിക്ക് ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. വീട്ടിലും ലിപ്സ്റ്റിക്ക് വ്ളോഗ് എടുക്കുമ്പോൾ മാത്രം ഇടും, അല്ലാണ്ട് ഇടില്ല. അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് എനിക്കിപ്പോൾ അതില്ലാണ്ട് എൻ്റെ ഒരു വ്ളോഗ് എനിക്ക് പറ്റുന്നില്ല. ഞാൻ പലപ്പോഴും വിചാരിക്കും ഇത് നിർത്തിയാലോ എന്നുള്ളത് കേട്ടോ. എനിക്ക് വലിയ താല്പര്യത്തോടെ ഇടുന്നതൊന്നുമല്ല കേട്ടോ അത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും. പിന്നെ മുഖം അങ്ങനെ കണ്ട് എനിക്കും ശീലമായി, നിങ്ങൾക്കും ശീലമായി. അല്ലാണ്ട് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ, നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഈവനിങ് കുറച്ച് നേരം കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. നല്ല അടിപൊളി കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ട് ഇങ്ങനെ നടന്ന് നമ്മുടെ വീടിൻ്റെ പരിസരം മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു വാഴ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു വാഴ കുലച്ചിട്ടുണ്ട്, പക്ഷെ ആ കൊല ഹെൽത്തി ആയിട്ട് വന്നിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരു കുട്ടി വാഴയുണ്ട്. ഇതിനൊന്നും ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാറില്ല, ഉമ്മയും ഉപ്പയാണ് കൊടുക്കാറ്. പൊതുവേ ഗാർഡനിങ്ങിനോടും ഒന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. സമയമില്ല, താല്പര്യമില്ല. പിന്നെ ഇതാ കാണാൻ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ തൊടിയൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ട് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു വാഴക്കൊലയാണ് കേട്ടോ ഞാൻ പറഞ്ഞു, അധികം ഹെൽത്തി ആയിട്ടില്ല. പിന്നെ ഈ തെങ്ങിന് കുറച്ച് തടം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെജിറ്റബിൾ വേസ്റ്റ് കയ്യിൽ കൊണ്ടുപോയിടാം. പിന്നെ ഒരുപാട് ചപ്പുണ്ടായിരുന്നു കേട്ടോ, ഉണക്ക ഇല. അപ്പോൾ നമ്മുടെ ബാക്കിൽ മാവൊക്കെ വെട്ടിയ കാരണം തുറസ്സായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ് കേട്ടോ, കണ്ടോ. അപ്പോൾ ഒരു 3 മാവ് ഇവിടുന്ന് മുറിച്ചിട്ടുണ്ട്. മുറിച്ച ഇതുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇത് ഒരെണ്ണം. പിന്നെ വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് ഒരു മാങ്ങ ഉണ്ടായിരുന്നു, ഭയങ്കര പുളിയുള്ള ഒരു മാങ്ങയായിരുന്നു. അപ്പോൾ ആ മാവ് മുറിച്ചു. അങ്ങനെ ഈവനിങ് വൈബ് കുറച്ച് നേരം തൊടിയിലൊക്കെ ഇങ്ങനെ പോയി നിന്ന് ആസ്വദിച്ച് ഞാൻ ഉള്ളിലോട്ട് പോയി. ഉള്ളിലൊന്ന് വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട്. നല്ല സൂര്യപ്രകാശം ഉള്ളിലോട്ട് വരുന്നുണ്ട്. ഈ പ്രകാശമൊക്കെയാണ് ഞാൻ കൊള്ളേണ്ടത്, കാരണം വൈറ്റമിൻ ഡി എനിക്ക് ഭയങ്കര കുറവാണ്. ഞാൻ ടാബ്ലറ്റ് എടുത്തിരുന്നു, പിന്നെ പോയി ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ചെക്ക് ചെയ്യണം. പിന്നെ കാൽസ്യത്തിൻ്റെ ടാബ്ലറ്റ് ഫിനിഷ് ആക്കിയിട്ടില്ല, എനിക്ക് എഴുതി തന്നത് ഇപ്പോഴും ഫിനിഷ് ആക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരിയെടുത്തു. ഇനിയിപ്പോൾ ചായ വെക്കണം. അത് കഴിഞ്ഞിട്ട് കുട്ടികൾ വരുമ്പോഴത്തേക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം കേട്ടോ, ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ വേഗം ഞാൻ ചായ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സ്നാക്കായിട്ടൊന്നും കഴിക്കുന്നില്ല. എനിക്ക് 4 മണിക്കൊന്നും വേണമെന്നില്ല. ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇങ്ങനെ കുറിക്കാൻ തോന്നും. ചിലപ്പോൾ സ്വീറ്റായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും മുറുക്കായിരിക്കും, അങ്ങനെയൊക്കെ ഇങ്ങനെ കുറിക്കാൻ തോന്നും. അപ്പം ഞാൻ പോയി എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വൈകുന്നേരം ഒന്നും കഴിക്കാറില്ല, ചായ മാത്രം കുടിക്കും. അങ്ങനെ ചായക്ക് റെഡിയായി. ഞങ്ങളെല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഒരുപാട് കമൻറ്റ്സ് അതിൽ വന്നിട്ടുണ്ട്. എന്നാലും നിങ്ങൾ കമൻറ്റ് ഇടാണ്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ. പിന്നെ ഇത് നോക്കാട്ടോ അടിപൊളി എന്ന് പറയുന്നുണ്ട്. ഞാനൊരു മീൻകറി ഉണ്ടാക്കിയതിൻ്റെ താഴെയാണ് കേട്ടോ അങ്ങനെ തന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ ഞാൻ എത്ര വെയിറ്റ് കുറഞ്ഞു, എത്ര മാസമായി ജിമ്മിൽ പോയി തുടങ്ങിയിട്ട് എന്നാണ് ചോദിക്കുന്നത്. ഞാൻ വെയിറ്റ് ഭയങ്കരമായിട്ടൊന്നും കുറഞ്ഞിട്ടില്ല. ജിമ്മിൽ പോയിട്ട് ഞാനൊരു അന്ന് കുറഞ്ഞ വെയിറ്റ് തന്നെ, പിന്നെ ഒന്നും കുറഞ്ഞിട്ടില്ല. ഇനി ഫാറ്റ് ലോസ് നടക്കുന്നുണ്ടോ എന്നറിയില്ല. കാരണം എൻ്റെ ഇത്രയും പറയും വ്ളോഗിൽ കാണുമ്പോൾ നീ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്, ഷേപ്പായിട്ടുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. ഇനി എനിക്കറിയില്ല. പിന്നെ ജിനിമ ഡയറ്റൊന്നും പറയല്ലേ, ഇങ്ങനെ ഫുഡ് കഴിച്ചാൽ തടി കുറയുമോ? ഇല്ല മുത്തേ, ഞാൻ ഡയറ്റിലൊന്നും അല്ല.
പിന്നെ ചായ എല്ലാം കുടിച്ചിട്ട് അവിടെ പോയി ഇരുന്നു കേട്ടോ. എൻ്റെ സ്ഥിരം പ്ലേസിൽ കുറച്ച് നേരം പോയി ഇരിക്കുമ്പോൾ അതും കാറ്റൊക്കെ കൊണ്ട് എല്ലാവരോടും കത്തി വെച്ചൊക്കെ ഇരിക്കുമ്പോൾ അതൊരു സുഖമാണ് കേട്ടോ. ഇച്ചിരി കഴിഞ്ഞാൽ എല്ലാവരും വരും. അപ്പോൾ നമ്മളിരുന്ന് കുറേ പഞ്ചായത്ത് വെക്കും. നമ്മളിവിടെ പഞ്ചായത്ത് വെക്കും എന്ന് പറയും കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, കുനിഷ്ട് കുഞ്ഞായ്മ എന്നൊക്കെ പറയില്ലേ, നമ്മൾ 2-3 പെണ്ണുങ്ങൾ കൂടിക്കഴിഞ്ഞാൽ പറയുന്ന സംഭവങ്ങളല്ലേ. സ്കൂളിൽ പോകാതിരിക്കാനുള്ള റീസൺ എന്താ? വയറുവേദന. ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ, ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ, എന്ത് കഴിച്ചിട്ടാ വയറുവേദന? ഞാൻ ബ്രെഡ് നിർത്തി, ചീസ് നിർത്തി, സോസ് നിർത്തി, എല്ലാം നിർത്തി. ഇനി നിനക്ക് ഞാൻ 2 നേരം ചോറ് മാത്രമേ തരുള്ളൂ. അത് കുലുക്കി ഇതാക്കല്ലേ കുട്ടിയെ. അപ്പോൾ ഇന്ന് അവനക്ക് സ്കൂളിൽ പോകാനേ താല്പര്യമില്ല. ഇവിടെ ഒരാൾ ഓടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇടിയപ്പം സാലിനെയാണ് രാവിലെ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ വ്ളോഗ് 2-3 ദിവസത്തെ വ്ളോഗ് എല്ലാം കൂടി ചേർന്ന വ്ളോഗാണ് കേട്ടോ. എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യുക. വെളിച്ചെണ്ണയിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ വലിയ ജീരകം, ചെറിയ ഉള്ളി, വലിയ ഉള്ളി, പിന്നെ നമ്മുടെ പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേഗം വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിലോട്ടൊരു 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പീസ് ചതച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയ ശേഷം ഒരു 2 തക്കാളി ഇതുപോലെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് സാലന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് അടച്ച് വെച്ചിട്ട് നമുക്കിത് കുറച്ചധികം സമയം തന്നെ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇതാ ഈ ഒരു ലെവലായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ചെടുത്താൽ മതി. മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് 2 സ്പൂണ്, മല്ലിപ്പൊടി 1.5 സ്പൂണ്, പിന്നെ നമ്മുടെ ചിക്കൻ മസാല ഇതിൽക്ക് മസ്റ്റാണ് കേട്ടോ, 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മസാലയൊക്കെ പാടങ്ങ് ഇളക്കിയെടുത്തിട്ട് നന്നായിട്ടങ്ങ് എന്താ പറയുക, മസാലയുടെ പച്ചമണമൊക്കെ മാറട്ടെ. എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിലുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ കുക്ക് ചെയ്തിട്ട് എടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പുറത്ത് ഞാൻ ഇടിയപ്പം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടിയപ്പമൊക്കെ റെഡിയായി. സാലിനെയും റെഡിയാക്കണം. സാലിനേക്ക് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയും ക്യാഷ്യൂവും കൂടെ അരച്ചിട്ടാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. ക്യാഷ്യൂനോട്ട് ഇനിയും ഉണ്ടെങ്കിൽ ഇനിയും ചേർക്കണം. തേങ്ങ ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റെങ്കിലും ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാകും. പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മളിത് തിളച്ച് വന്നതും ഓഫാക്കിട്ടോ. അപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള തിക്കൊക്കെ ഇടുക. തിക്കൊക്കെ ആയിട്ട് കുറച്ച് മല്ലിയിലേക്ക് ഇട്ടിട്ട് നമുക്കിത് എന്താ പറയുക, ചെറിയൊരു തിള വരുമ്പോഴത്തേക്ക് ഓഫാക്കുക. നല്ല ഇടിയപ്പവും പത്തിരിക്കൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബും FBയും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ. നിർത്തി, സോസ് നിർത്തി, എല്ലാം നിർത്തി. ഇനി നിനക്ക് ഞാൻ 2 നേരം ചോറ് മാത്രമേ തരുള്ളൂ. അത് കുലുക്കി ഇതാക്കല്ലേ കുട്ടിയെ.